ഹലോ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനായിട്ടുള്ള മിഖായേൽ ഷാഹെ അദ്ദേഹം സ്വീഡനിലെ ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ചിലരെങ്കിലുമൊക്കെ അത് കണ്ടിട്ടുണ്ടായിരിക്കും. അത് സ്വീഡിഷ് ഭാഷയിൽ തന്നെയാണെന്ന് തോന്നുന്നു നടന്നിട്ടുള്ളത്, എന്തായാലും ഇംഗ്ലീഷിലല്ല. പിന്നെ സബ് ടൈറ്റിൽസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. സോ ഞാൻ ആ ഒരു വീഡിയോയുടെ ഒരു ട്രാൻസ്ലേഷൻ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാകാം. സോ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. 15 മിനിറ്റുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അതിലെ മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, പ്രധാനമായിട്ട് പറയേണ്ട ചില ഫാക്ടേഴ്സാണ്. എന്നാൽ ഒരുവിധ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് സംസാരിച്ച് പോകാമെന്നുള്ളതാണ്. ആദ്യം സംസാരിച്ച് അദ്ദേഹം തായ്ലൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഉത്തായ് താനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബിലാണല്ലോ വർക്ക് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ആദ്യം ഷെയർ ചെയ്തിട്ടുള്ളത്. അതൊരു പ്രൊമോഷൻ കിട്ടി വന്നിട്ടുള്ളൊരു ക്ലബ്ബായിരുന്നു സെക്കൻഡ് ഡിവിഷനിൽ നിന്ന്. അദ്ദേഹം സെപ്റ്റംബറിലാണ് ജോയിൻ ചെയ്തത്. ഇനിഷ്യലി കുറച്ച് മത്സരങ്ങളൊക്കെ വിജയിക്കാൻ സാധിച്ചു, പക്ഷേ പിന്നീട് കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി വിൻഡോ ഭയങ്കര ഹൊറിബിൾ ആയിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ചില താരങ്ങൾ, ഡിമാൻഡ് ചെയ്തിട്ടുള്ള താരങ്ങൾ അവരെ പല കാരണങ്ങൾ കൊണ്ട് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ മണി ഫാക്ടർ അയക്കാമെന്നൊക്കെയുള്ളത് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് പല പ്ലെയേഴ്സും ഔട്ട് ഓഫ് പൊസിഷനാണ് കളിച്ചത്. അതായത് മറ്റു പൊസിഷനിൽ കളിക്കുന്ന പ്ലെയേഴ്സിനെ കൊണ്ട് ഈ ഒരു പൊസിഷൻസിലൊക്കെ കളിപ്പിക്കാൻ അദ്ദേഹം നിർബന്ധിതമായി എന്നുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ദേജാവു ഫീൽ എവിടെയെങ്കിലും അടിച്ചോ? ഇതെവിടെയെങ്കിലും മുമ്പ് കേട്ടിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതായിട്ട് തോന്നിയോ? എനിക്ക് തോന്നി കേട്ടോ. പിന്നീട് അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടറെയൊക്കെ ഫയർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി. പിന്നെ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ അവർ ക്ലബ്ബിൽ നോക്കിയത് ഫുട്ബോളുമായിട്ട് അങ്ങനെ വലിയ ബന്ധമില്ലാത്ത ആളുകളായിരുന്നു. പുള്ളിക്ക് അതൊരു വിയേർഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഏപ്രിലിൽ അദ്ദേഹം ക്ലബ്ബുമായിട്ടൊക്കെ വേർപിരിയുന്നൊരു സാഹചര്യത്തിലേക്ക് പോയത്. മത്സരങ്ങളൊക്കെ ഇനിയും അവശേഷിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ തന്നെ. പിന്നെ ആ ഒരു ക്ലബ്ബ് ആദ്യ സീസണിൽ ഒരു ഫസ്റ്റ് ഡിവിഷനിൽ ലക്ഷ്യം വെച്ചിരുന്ന ആ ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ തന്നെയാണ് അവർ നേടിയെന്നുള്ളൊരു കാര്യം അദ്ദേഹം ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തായ്ലൻഡിലെ അദ്ദേഹത്തിൻ്റെ മറ്റ് അനുഭവങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞത് ഫെസിലിറ്റീസ് എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ട്രാവൽ ഒരു പ്രധാന പ്രശ്നമായിട്ട്, ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ എയർപോർട്ടിലേക്ക് അവരുടെ ഒരു ക്ലബ്ബ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 3 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും അദ്ദേഹം 8-9 മണിക്കൂർ വരെയൊക്കെ ബസ്സിൽ ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നില്ല ആ ഒരിടം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഇന്ത്യയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുമ്പ് തന്നെ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്തു പോയിരുന്നു. പിന്നീട് വീഡിയോ കോൾ വഴി അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ആദ്യത്തെ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ നടത്തിയത്. മറ്റ് ചില കാൻഡിഡേറ്റ്സും ഉണ്ടായിരുന്നു. അവസാനം അദ്ദേഹം ഒരു മെയിൻ കാൻഡിഡേറ്റായി മാറുകയും പിന്നീട് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. എന്താണ് ആ ഒരു റീസൺ അദ്ദേഹം ഈ ഒരു ഇന്ത്യ പിക്ക് ചെയ്യാനും അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പിക്ക് ചെയ്യാനും എന്നൊക്കെയുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ അതൊരു ബിഗ് ക്ലബ്ബാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. 30K ആവറേജ് അറ്റൻഡൻസ് ഒക്കെ ഉള്ളൊരു ക്ലബ്ബാണ്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ കളിക്കുക അല്ലെങ്കിൽ ടീമിനെ പരിശീലിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു വലിയ പ്രിവിലേജ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം സ്റ്റേഡിയം അറ്റ്മോസ്ഫിയറിനെ പറ്റിയൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മില്യൺസ് ഓഫ് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു ക്ലബ്ബാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത്രയും ബിഗ് ഫാൻസും ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലും കളിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു പ്രഷർ ഉണ്ടാകും. അപ്പം ഒരു ബിഗ് ക്ലബിനെ പരിശീലിപ്പിക്കുന്ന ആ ഒരു പ്രഷറോട് കൂടി ഒരു ടീമിനെ പരിശീലിപ്പിക്കാൻ കഴിയും. ആ ഒരു കാര്യം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെയുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ആ ഒരു ഇൻ്റർവ്യൂസ് തന്നെ അദ്ദേഹത്തിന് ഒറ്റ ദിവസം കൊണ്ട് ഒരു 100K ഇൻസ്റ്റാ ഫോളോവേഴ്സ് കിട്ടിയതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഭയങ്കര ഒരു ക്രേസി ഫീലിംഗ് ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം അങ്ങനെ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഒന്നും കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. അദ്ദേഹം ലിങ്ക്ഡിനൊക്കെ മാത്രമാണ് കാര്യമായിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളത് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം കേരളത്തെ പറ്റി കുറച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ച് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് കേരളം അല്ലെങ്കിൽ കൊച്ചി എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം എടുത്ത് നോക്കിയിട്ടായിരിക്കും ഇപ്പം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ട്രാവൽ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം കൊച്ചിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വളരെ അടുത്താണ് എയർപോർട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ ആണെങ്കിലും വളരെ നല്ലതാണ് നമ്മുടെ കേരളത്തിൽ എന്നുള്ളത് അറിയാം. പിന്നെ ഒരു വലിയ സിറ്റി അല്ല ഇന്ത്യയിലെ മറ്റ് സിറ്റികളെയൊക്കെ വെച്ച് നോക്കുമ്പം സൗത്ത് സൈഡിലുള്ള താരതമ്യേന ഒരു ചെറിയ സിറ്റിയാണ്. അങ്ങനെ മറ്റ് സിറ്റിയുടെ അത്രയും വലിയ പോപ്പുലേഷനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. പിന്നെ അദ്ദേഹം ജോഗ്രഫിക്കലി വരെ ചില റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സീ സൈഡിലുള്ള ഒരു സിറ്റിയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തോട് ഇൻ്റർവ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റിയെ റേറ്റ് ചെയ്യാൻ എന്നൊക്കെയുള്ളത്. അപ്പം
അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യണ്ട. പിന്നെ അദ്ദേഹം ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ. അദ്ദേഹം തായ്ലൻഡിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇന്ത്യയുടെ ഒരു കാര്യത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയ മറ്റ് ചില കാര്യങ്ങൾ, ഇപ്പം വിദേശ താരങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ 6 താരങ്ങളെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പായിട്ടുള്ള പ്ലേയേഴ്സിനെ ഒന്നും വലിയ ലീഗിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഒളിമ്പിയാക്കോസ് പോലെയുള്ള ക്ലബ്ബിൽ നിന്ന് അല്ലെങ്കിൽ ടോപ്പ് ലീഗുകളിലെ സെക്കൻഡ് ടയറിലെ ടോപ്പ് പ്ലേയേഴ്സിനെയൊക്കെ ഇവിടെ എത്തിക്കാൻ സാധിക്കും. അവർക്കൊക്കെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സാലറിയൊക്കെ കിട്ടുന്ന ഫോറിൻ താരങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പം 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇപ്പം ഗ്രീസിലെയോ അല്ലെങ്കിൽ മറ്റ് ടോപ്പ് നേഷൻസിലെ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്നതിനേക്കാൾ സാലറി ഇവിടെ കിട്ടുമെന്നുള്ളൊരു കാര്യം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് അങ്ങനത്തെ താരങ്ങളെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ചൈനയിലെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞൊരു സമയത്ത് അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമാണ്, അങ്ങനെയുള്ള ക്ലബ്ബുകളെയൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പ് ചൈനയിൽ അദ്ദേഹം പരിശീലിപ്പിച്ച ക്ലബ്ബിൽ UCL ടീമിനെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു പരിശീലനമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവാൻ മുക്കോമനോവിച്ചിനെ പറ്റി പറയുന്നുണ്ട്. ഹയസ്റ്റ് ലെവലിൽ ആസ് എ പ്ലെയർ എന്ന നിലയിലും മാനേജർ എന്ന നിലയിലും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇവാൻ മുക്കോമനോവിച്ച് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകൻ എന്നുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിട്ട് തോന്നി, അദ്ദേഹം തായ് പ്ലേയേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഒരു പോയിന്റിൽ അദ്ദേഹം പറഞ്ഞാണ്, അതായത് യൂറോപ്പിൽ കളിക്കുന്ന പ്ലെയർ അങ്ങനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും, ഇവിടെ കളിക്കുന്ന പ്ലേയേഴ്സിനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, ഏഷ്യൻ കണ്ടീഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പം തായ്ലൻഡിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ചില പ്ലേയേഴ്സൊക്കെ 23-ാമത്തെ വയസ്സിൽ പ്രൊഫഷണൽ കരിയറൊക്കെ തുടങ്ങിയിട്ടുള്ളവരുണ്ട്. അത് വളരെ ലേറ്റാണല്ലോ നമുക്കറിയാം. സോ അവർക്ക് ഒരു നല്ലൊരു അക്കാഡമി അല്ലെങ്കിൽ നല്ലൊരു ഫോറിൻ കോച്ച് ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ നല്ല രീതിയിൽ വന്നേനെ. സ്റ്റിൽ എന്നിട്ട് കൂടി വളരെ ആ ഒരു പ്ലേയേഴ്സ് പോലും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതിനോടൊപ്പം അവർക്ക് ആ ഒരു ഫെസിലിറ്റി കൂടി കിട്ടിയിരുന്നേ നന്നായിരുന്നേനെ എന്നൊക്കെയുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോഴും പല പ്ലേയേഴ്സും വളരെ ലേറ്റായിട്ടാണല്ലോ ഒരു അക്കാഡമിക് കരിയർ ഒക്കെ തുടങ്ങുന്നത്. അപ്പം അദ്ദേഹത്തിന് ഈ പറഞ്ഞ തൊട്ട് മുമ്പ് മാത്രം തായ്ലൻഡിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സിനെയൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു ഷോർട്ട് പീരീഡ് ഓഫ് കോച്ചിങ് അങ്ങനെ ഒരു പരിപാടി വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാലോ, വന്നപ്പോൾ ഒരു 2 ഇയർ കോൺട്രാക്റ്റിലാണ് എന്നുള്ളതാണ്. അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് 2+1 ആണ് എന്നുള്ളതാണ്. ചിലപ്പം ആ ഒരു 2 വർഷത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അത് ട്രിഗർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അദ്ദേഹം പിന്നെ എടുത്തു പറയുന്നൊരു കാര്യമാണ്, ആദ്യത്തെ വർഷത്തേക്കാൾ ഒരു 2ാമത്തെ വർഷത്തേക്ക് വരുമ്പം ഒരു ടീമിനെ കോച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ സ്റ്റാഫിനെ പറ്റി, കോച്ചിങ് സ്റ്റാഫിനെ പറ്റിയും പ്ലേയേഴ്സിനെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം കോച്ചിങ് സ്റ്റാഫിനെ പറ്റിയും അങ്ങനെ പ്ലേയേഴ്സിനെ പറ്റിയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ലിത്വേനിയയിലേക്ക് അദ്ദേഹം പോയി സ്പോർട്ടിംഗ് ഡയറക്ടറുമായിട്ട് 2 ദിവസം ഉണ്ടാകും, അങ്ങനെ അവർ ദീർഘമായ ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും ആ ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുക എന്നുള്ളതാണ്. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു കോച്ചിങ് സ്റ്റാഫ് ഇന്ന ആളുകൾ വേണമെന്നുള്ളൊരു ഐഡിയ അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ചിലപ്പം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള കോച്ചിങ് സ്റ്റാഫ്സോ അങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എറിക്സനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പരാമർശിച്ചിരുന്നല്ലോ, സ്വീഡിഷ് പ്ലെയർ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ മുമ്പത്തെ തായ് ക്ലബ്ബിൽ അദ്ദേഹത്തിനോടൊപ്പം സ്വീഡിഷ് ക്ലബ് പ്ലെയേഴ്സൊന്നും അങ്ങനെ വർക്ക് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇവിടുത്തെ അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ഇന്ന പ്ലെയറിനെ എടുക്കുമെന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് നോട്ട് സ്വീഡിഷ് പ്ലെയർ, അങ്ങനെ ഇപ്പോൾ ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നും പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണല്ലോ ഉള്ളത്. അപ്പം അത് യൂട്ടിലൈസ് ചെയ്യുന്നൊക്കെയുള്ള തരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അപ്പോൾ അങ്ങനത്തെ ഒരു ഫേവറിറ്റിസം ഒന്നും കാണിക്കില്ല എന്ന് പ്രതീക്ഷിക്കും. പിന്നെ സ്വീഡിഷ് ഈ ഒരു അവിടുത്തെ ഒരു കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. ഇവിടെ വന്നിട്ട് അഡാപ്റ്റ് ചെയ്യാനും ക്ലൈമറ്റ് ആണെങ്കിലും മറ്റു പല ഫാക്ടേഴ്സൊക്കെ ആണെങ്കിലും. പിന്നെ ജൂലൈയിൽ പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യും, അന്നേരത്തോളം അദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ ജൂലൈയിൽ ഒക്കെ എത്തും എന്നുള്ളൊരു ഫാക്ടർ കൂടിയൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു ഇൻ്റർവ്യൂ അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഇങ്ങനൊരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഇനി നിങ്ങളുമായിട്ട് ഇതിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ ദാറ്റ്സ് ഇറ്റ്, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. സോ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.